ഓ എന്തോന്നെ ഓ എനിക്ക് വയ്യേ. എന്ത് ഇവിടെ ഇവിടാ ചായ ഇടണ് ചായ ഇടണ്. എന്തിന്? എന്തൊരു വാങ്ങിക്കാൻ? ഏത് തുണി? എന്തോന്നൊക്കെ പറയണ, എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്തിന്? എവിടെ പോവാൻ? തല കെട്ടാനാ? എന്നിട്ട് അവിടെ ഇരിക്കണില്ലേ? അയ്യോ, എവിടെയാണ് നിങ്ങൾ എപ്പോഴും ഇരിക്കണത്? ഇവിടെ ആ കസേര സ്റ്റോളെങ്കിൽ എടുത്ത് ഇങ്ങോട്ട് ഇടി. അയ്യോ, എന്റെ പാല് പൊങ്ങണ്. ആ അവിടെ ഇരിക്കേ. ഞാൻ കുടിച്ച് ആ തുണിയൊക്കെ കഴിഞ്ഞിട്ട് ഊട്ടിയിരുന്ന ഉടുപ്പിന് പരിന്ന് വെള്ളം പിടിച്ചു പോകും. കളഞ്ഞ അതാണ് പാവാടയിൽ നനഞ്ഞത്, ആ ഉടുപ്പ് നനഞ്ഞത്. അത് മാറ്റിട്ട് കിടന്നത്. അത് മൂത്രം നാറ്റവും അമ്മ, മൂത്രം നാറ്റവും വെള്ളം നനയണ നാറ്റവും നമുക്ക് മനുഷ്യർക്ക് തിരിച്ചറിഞ്ഞൂടെ? നമുക്കേ ഈ മൂത്രം നാറ്റവും വെള്ളം നനയണ നാറ്റവും മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റൂലേ അമ്മ? കൊണ്ടുവന്ന് കുറച്ചേറെ കഴിഞ്ഞതിന് ശേഷം പഠിപ്പിച്ചിട്ട് ഒരു സത്യം പറയട്ടാ, നിങ്ങൾ പറഞ്ഞ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അയ്യോ അയ്യോ, നിങ്ങളെ ശത്രു കാക്കതോ വന്നിരുന്ന് വിളിക്കണ്. എന്റെ കാക്കയെന്നല്ല, ഞാൻ പെറ്റ കാക്കയെന്നല്ല. വിളിക്കണേണ്ട, വീഡിയോ എടുക്കുമെങ്കിൽ ആ കാക്ക വിളിക്കാനായിട്ട് വരും. കാക്ക വിളിക്കുന്നതിന് ഞാൻ തരുവൻ രാത്രി പിടിക്കും, പാലും പഠിക്കും, എപ്പോഴും പഠിക്കും. എങ്ങനെ ഈ മാങ്ങ കൊണ്ട് വെച്ചേക്കണം? അത് നന്ദൻ കൊണ്ടുവച്ചത്. ആ കൊണ്ട് വെച്ചാ നിങ്ങളെ കണ്ടാ? എന്നിട്ടാ എന്നോട് ചോദിക്കണ? എടുത്തോണ്ട് വന്നു മാങ്ങ. അപ്പൊ നിങ്ങൾ കണ്ട് ഇവിടെ കൊണ്ട് വെച്ചത്? ഇവിടെ കൊണ്ട് വെച്ചാ? അവൻ അത് വിളിച്ചോണ്ട് പോയാ പോണ അമ്മ അച്ഛമ്മ, ഞാൻ മോളോട്ട് പോണേ, പഞ്ചോട്ട് പോണേ, പോണേ. അങ്ങനെ പറഞ്ഞാ? അവനൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവ എല്ലാം അറിഞ്ഞ് ചെയ്തോളും. തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പോയാ? അപ്പൊ തെങ്ങിന്റെ കുട്ടിയിൽ ഓടും അതുപോലെ കൊണ്ടുവന്നില്ല. അമ്മ അവരോട്ട് കൊണ്ടിട്ട് ആ തെങ്ങിന്റെ കുട്ടിയില്ല അത് കിടക്കണം. അവിടെ കയറി നോക്കാൻ പറ്റും. പണി കയറി നോക്കും. പണ്ട് നോക്കുമോ? ചോദിച്ചിട്ട് പാവാല് പറ്റിയും അമ്മയുടെ ചോദിച്ചു മോടെ. അങ്ങനെയൊക്കെ പറഞ്ഞാ? ആഹാ. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ കൊടുത്തേച്ച് കൊടുത്തേച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇതെപ്പ നടന്ന സംഭവം എന്നോടൊക്കെ? ഉച്ചക്കാ? ചൂടുണ്ട്. ഉച്ചക്ക് അവിടെ കൂടുതൽ ഞാൻ കൊടുത്തു. എന്തര് പൈസ 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 ആദ്യമേ കിട്ടിയത് കൊടുത്ത് രണ്ടാമത് കിട്ടിയത്.
നീ ഒന്നാം തീയതി ആയില്ലേ? നീ എത്ര ദിവസമുണ്ട്? നീ തോന്ന ദിവസമുണ്ട്. ഇനി ഒന്നാം തീയതി ആരെങ്കിലും കൊണ്ടുവരും കൈനീട്ടം. അപ്പൊ നീ എല്ലാ മാസവും വിഷു ഉണ്ടല്ലോ, കൊണ്ടുവരും. അപ്പൊ ഞാൻ മാറ്റി നിനക്കട്ടെ. നീ ഒന്നും പറയണ്ട. ആരോട് ഒന്നും പറയില്ല. പൈസ അയക്കാനോടുള്ള നീ ഒന്നും പറയണ്ട. നീ പൈസ നീ പിന്നെ ഒന്നും പറയണ്ട. കിട്ടുന്ന അതില് തരണായിട്ട് തരണാൻ നിനക്ക്. എന്നിട്ട് വേണം ഈ കാണുന്നവര് പറയാൻ അവള് അമ്മച്ചി വെച്ച് പൈസ ഉണ്ടാക്കുന്നു. വായിക്കാത്ത ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത് അമ്മ വെച്ച് പൈസ ഉണ്ടാക്കണം എന്നും പറഞ്ഞാണ് പറയണേ. ഇനി അത് അമ്മ പറയണ കൈ നീട്ടം തരണം നിനക്ക് തരാന്ന്. അപ്പൊ ഇനി ഇതും കൂടെ കാണുന്നവര് കണ്ട 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 അമ്മയെ വെച്ച് പൈസ. ആളുകൾ പറയാനൊക്കെ നീ കേൾക്കണേ. നീ അതിനൊക്കെ പരവയ്ക്കാൻ പാടണം. അണികൾ പലതും പറയില്ലേ. അതൊക്കെ നീ കേൾക്കണേ. നീ ചിന്റെ പറഞ്ഞ കിട്ടണമെങ്കിൽ നീ വാങ്ങിക്കണം. അറിയാതെ പറയാനാക്കണം. അറിയാ വായിക്കാത്ത അറിയാ ഒന്നും ഇല്ലാതെ അങ്ങനെ അവ അവനോട് കൊടുത്ത അവൻ വാങ്ങിക്കേണ്ടി കൊടുത്തേ. നിനക്കെന്ത്? നീ പെട്ടിക്കകത്ത് വെച്ചേക്കണം. എന്റെ പെട്ടിക്കകത്ത് പൈസയൊന്നും വെച്ചേക്കൂല. ഞാൻ പൈസയൊന്നും വെച്ചേക്കൂല. എത്ര പേരാണെങ്കിലും കാര്യം കേട്ടാ. നമ്മള് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ശോഭനയുടെ അശ്ലീകരങ്ങൾ കേൾക്കൂലേ? അശ്ലീകരങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കൂലേ? നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുമ്പോ ശോഭന പറയൂലേ ഇത് തന്നെ കാര്യം? ചായ എടുത്ത് കൂടി. ചൂട് നീ കുടിക്കില്ലേ? ഞാനും ചൂടായോണ്ട് തണുക്കാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചൂടിന് ക്ഷമ ഇല്ലല്ലോ. അവരെ മുമ്പ് എത്ര സമയം വേണോ ചൂടാറാ എങ്ങനെ ഇരിക്കാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അകത്ത് വെച്ച് ചൂടാറ്റിയാലാണ് കുഴപ്പം. നീ ചൂടാറ്റ. നിങ്ങൾ ഇന്നലെ ചായക്ക് വേണ്ടി ബഹളം വെച്ചില്ലേ? ചായക്ക് വേണ്ടി ബഹളം വെച്ചല്ല ഉള്ളത് തന്നെ. ചായക്ക് വേണ്ടി ബഹളം വെച്ചാ അപ്പം ബഹളം വെച്ചാ ചായ ആവും. അത് തന്നെ 12 മണിക്ക് ചായക്ക് വേണ്ടി ബഹളം വെച്ചാ? ബഹളം വെച്ചു. അതിനിപ്പോ എന്തൊരു കുഴപ്പം? അല്ല ബഹളം വെച്ചാ? അല്ല അപ്പൊ എല്ലാരും പറഞ്ഞു ഞാൻ ചുമ്മാ നിങ്ങളെ കൊണ്ട് ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ആളുകൾ പറയാനാ നീ കേൾക്കണ്ട. നീ ചുമ്മാ മതിയായി. നിങ്ങൾക്ക് ദേഷ്യം വരുമോ? എനിക്ക് ദേഷ്യമൊന്നും വരില്ല. ചായ ഇട്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. എനിക്ക് എപ്പോഴും ചായ വേണം. ചായ വാങ്ങിക്കാൻ മിച്ചം വാങ്ങിക്കാന്ന് നോക്കിയാ എന്തിനാന്ന് പറത്തി നിവൃത്തിയില്ല. അത് തന്നെ ചായ വാങ്ങിക്കേണ്ട മെഷീൻ വയ്ക്കുന്ന നിവൃത്തിയില്ല ഇപ്പൊ. അതിന് എത്ര രൂപ? ഒരു 10-15,000 രൂപയാവും. 15,000? എന്റെ അമ്മച്ചോ, നിങ്ങൾ എത്ര രൂപയെന്ന് വിചാരിച്ച മെഷീൻ? എനിക്കറിഞ്ഞൂടാ. ഞാൻ വെച്ചു മാറ്റി എപ്പോഴും ചായ ഇടാം. എപ്പോഴും ചായ ഇടാം. എങ്ങനെ ചായ വെക്കണ? അതിലിപ്പോ ഞെക്കണം. ഞെക്കിയിട്ട് അടിയിൽ ഇങ്ങനെ ഗ്ലാസ് വയ്ക്കുമ്പോ ചായ വരും. ഇത് കുറെ ഞെക്കും എന്നെ ഇന്ന്. ഞാൻ മിച്ചത്ത് വെച്ചൊന്നും ചായ എത്തിച്ചില്ല. എനിക്കറിഞ്ഞൂടാ. ആ മെഷീൻ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ ഈ ചുമരിൽ വെച്ചിരുന്ന നിങ്ങൾക്ക് ചായക്ക് മുട്ടുമ്പോ വന്ന് അടിയിൽ ഞെക്കിയിട്ട് ഗ്ലാസ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പൊ ചായ വന്നോണ്ടിരിക്കും. എനിക്കറിഞ്ഞൂടാ. ചെറുക്കന്റെ പറഞ്ഞ് തുണി വലിച്ചു പൊക്കാതെ പെട്ടെന്ന് പറയും. ആ മിഷൻ മാറ്റി വായിച്ചു 10,000 രൂപയാവും. അതൊന്നും വേണ്ടില്ല. എപ്പോഴും വന്ന് ചായ കുടിക്കാം. നിന്നോട് ചോദിച്ചാൽ മതി. നീ തരൂ. ഞാൻ വന്ന് ചോദിക്കുമ്പോ വിട്ടുതരോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ വന്ന് ചോദിക്കുമ്പോ വിട്ടുതരോ? നീ തരൂ. എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? നമുക്ക് തുണി മടക്കണ്ടേ? കട്ടിൽ വാരിട്ടിരിക്കണ തുണികൾ മടക്കണ്ടേ? അവിടെ കട്ടിൽ മടക്കിയിട്ടേക്കല്ലേ? മടക്കാം. ഇന്ന് ചായ കുടിക്കുക. ചായ കുടിച്ചിട്ട് മടക്കാം. നീ ചായ എടുത്തോണ്ടാ? എടുക്കാം.
നിനക്ക് ചൂടില്ലേ? ഞാൻ തിളപ്പിച്ച് കുടിക്കണം. നിങ്ങളെ പോലെ വെപ്രാളം കാണിച്ച ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ഷൂ ഷൂ എന്ന് പറഞ്ഞ് കുടിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ആക്കേണ്ടി വന്നില്ലേ? നീ ആ തണ്ടി ചൂടില്ലേ? ആ ഇത് മറ്റേ ഒരു ഏകദേശം രുത്തരനായതുകൊണ്ടല്ല, അതുപോലെ ചായ ഊതി ഊതി കുടി, ഒരു രുത്തരാ ചായ ഊതി ഊതി കുടിക്കണ ഇഷ്ടമെന്ന് പറയുമ്പോഴാണ് ഊതി ഊതി കുടിക്കണ. ബാഗി പാന്റ്, ബാഗി പാന്റ്. അവരെ കൊണ്ട് എറിയിപ്പിച്ച് കളി ചമ്പ് കൊടുത്തോണ്ട് പോകുന്നു. അമ്മ എനിക്കുള്ള ഡ്രസ്സും കൂടെ കാണിച്ചാൽ അച്ഛന് വാങ്ങിച്ചെങ്കിൽ എനിക്കും മതി. അച്ഛന് വാങ്ങിച്ചെങ്കിൽ എനിക്കും മതി. സിക്സ് എന്തുണ്ടോ സിക്സ് ചീറ്റി ഈ ഡ്രസ് ആന്ധ്രേന്ന്, ആന്ധ്രേന്ന്. എന്തിനാ രാമേന്ദ്രനിലൊക്കെ പോയാ? നമ്മളെ കറങ്ങി നടന്നല്ലോ. നിന്നെ വാങ്ങിക്കാൻ നിന്നെ കൊണ്ടുപോണോ? കൊണ്ടുപോണോ? അപ്പൊ നിന്നെ കൊണ്ടുപോയോ? ഇല്ലല്ല. അബ്രിച്ചിക്കോ, നിങ്ങൾക്ക് ഇത്രയും ഇഷ്ടോ ഇവന്റെ കൂടെ കളിക്കാൻ? നിങ്ങൾക്ക് ഇത്ര ഇഷ്ടോ ബോള് കളിക്കാൻ തന്നെ? എപ്പോഴും അവന്റെ കൂടെ നിന്ന് കളിക്കണാണോ? അയ്യോ, വയസ്സാം കാലത്ത് ചില്ലറ പൂതിയല്ലല്ലോ കളവിക്ക്. ഇതാ പപ്പായ പഴുത്തേക്കണ്. ഭഗവാനെ, ഇപ്പൊ ഞാൻ തുണി മടക്കാൻ ഓടുമ്പോഴാണ് ഇപ്പം സ്വഭാവം മാറണത്. ഗോതൂമയും ഉണ്ട്, ഒരു പൂച്ചയും ഉണ്ട്. എന്തോന്നാണ് അവിടെ? പൂച്ച നന്നായിട്ട് പൊങ്ങി. നിനക്ക് വയ്യേടാ. അതിപ്പോ തെക്ക് വടക്കണം നിന്നെ തള്ളിയിടും. മതിയാക്കിയാ? ഇപ്പൊ കളി നിർത്തുമ്പോ സങ്കടം ശോഭനയ്ക്കാണല്ലോ. ചീറ്റി ചീറ്റി ചീറ്റി. ഞാൻ തിരിഞ്ഞ് കടയിൽ പോയി ചമ്പിക്കാൻ. കിട്ടി കിട്ടി, പൂച്ച കിട്ടി, പൂച്ച കിട്ടി, പൂച്ച കിട്ടി, കിട്ടി പൂച്ച. പൂച്ച കിട്ടി, കിട്ടി പൂച്ച. അയ്യോ, എനിക്ക് വയ്യേ. ഒരു പൂച്ചയുണ്ട്, 56 അടിയും ഉണ്ട്. വല്ല നടന്നാ ഇപ്പം? ഇതുകൂടി ഒരെണ്ണം കേറിയായിരുന്നല്ലോ, അതെവിടെ പോയാ?
കാലിട്ട് നിന്റെ മോത്തല്ലേടി അവൾ അടിക്കണ. ദോതു ദോതു എടി ദോതു. വഴി മാറ ഉണ്ടക്കൽ ഇവിടെ ഇവിടെ ഡോറെ അഴിപ്പിച്ച് കേട്ടണം. വഴി മാറ ഉണ്ടക്കൽ സേവന വഴി മാറാൻ ഇവിടെ വാ ദൗതു. ദൗതു ഇവിടെ ഒത്തിരി പൂച്ചയുണ്ട് ദൗതു ഉണ്ട്. ഓടണ ഓട്ടം നോക്കിയാണ്. അവിടെ എന്തിനാ നോക്കാൻ കാര്യം. ഈ തുണി മുഴുവൻ മടക്കണ്ടേ? ഇതെന്തൊരു കോലം, കട്ടിൽ കിടക്കണ കോലം. ഇങ്ങനെ പോണം. പിന്നെ മടക്കി വെക്കണ്ടേ? ഫാൻ ഇടാ അല്ലേ? ഫാൻ ഇടട്ടാ. ഭയങ്കര സൗണ്ടാണ്. ആ ഞാൻ നോക്കട്ടെ, ഇട്ട് നോക്കട്ടെ ഭയങ്കര സൗണ്ട് ഉണ്ടാകുന്നു. ഒന്ന് പോയാണേ നിങ്ങള്, അല്ലെങ്കിൽ വേണ്ട. എനിക്ക് പേടി, ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലാ. തുണി ഇങ്ങനെയാണോ? ഞാൻ മടക്കി അലമാരിക്കകത്ത് വെച്ചിരുന്ന തുണികൾ തന്നെയാണോ ഇത്? ഇതെന്തിനു വാരി വലിച്ചിട്ടാ? ഏത് ആശുപത്രിയില്? ഏത് ആശുപത്രി പോ നൈറ്റി? എന്തിനിത് വാരി വലിച്ചിട്ട്? എന്തിന്? അത് തന്നെ, അത് എന്തിനെന്നാണ് ചോദിച്ച. വാരി വലിച്ചിടുന്നതിന് ഒരു കാര്യം കാണൂലേ? അലമാരിന്ന് വാരി വെളിയിലിട്ടതിന് ഒരു കാരണം കാണൂല. എന്തെന്നാണ് ചോദിച്ചാ? അമ്മ അലമാരിന്ന് വെളിയിലിട്ടതിന്റെ കാരണം എന്തെന്നാണ് ചോദിക്കണ? എന്തിന്? പോലീസ് നൈറ്റിയാ? പോലീസ് നൈറ്റിയാ? അലമാരിക്കകത്ത് നോക്കിട്ട് കിട്ടിയാ? പിന്നെ നിങ്ങൾ ഞാൻ അടുക്കി വെച്ചതിനെ വാരി വലിച്ചിട്ട് എന്തൊരു നോട്ടലാണമ്മ നിങ്ങൾ നോക്കിയത്? ഇത് ഒരാൾ ഒരു മെനക്കെട്ട് ഇതിന്റെ പുറകെ നടക്കണ്ടേ ഈ തുണികളൊക്കെ വാരി ഒതുക്കാനായിട്ട്? നിങ്ങൾക്ക് ഒരു ജോലിയില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ വാരി വലിച്ച് ഇങ്ങനെ അങ്ങ് ഇട്ടാ മതി. ഒരു ജോലിയും ഇല്ല. ഒന്നും പറയണില്ല. തുറക്കട്ടെ. എന്തുമാത്രം വൃത്തി അടുക്കി വെച്ച തുണികളാണ് വലിച്ച് ഇട്ടേക്കണത്. ഏത് നൈറ്റി? ഒരു നൈറ്റി കാണാനില്ല. അങ്ങനെ ഞാൻ എടുത്തോണ്ട് പോയാ? അത് നീയാണ് എടുത്തോണ്ട് എവിടെ കൊണ്ട് വെച്ചാ? ഇട്ടിട്ടുണ്ടാ? നിങ്ങളെ നൈറ്റി ഞാൻ ഇട്ടാ? ചൂടെടുക്കണമെങ്കിൽ വെളിയിറങ്ങി നിന്റെ മക്കളെ. ഇവിടെ ഫാനൊന്നും ഇടാൻ പറ്റൂല. അവരുടെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് പേടി. മൂന്ന് സാരി മാത്രം മടക്കി വെച്ചാൽ അത് എങ്ങ് വെച്ചിരുന്നാ മതി. എങ്ങ്? ഓ ഇത്രയും ചെയ്യാമെങ്കിൽ അതും ചെയ്യാൻ എനിക്കറിയാം. ഓ അങ്ങ് മടക്കി വെച്ചാൽ മതി, ഇങ്ങ് മടക്കി വെച്ചാൽ മതി. വാരി വലിച്ചിട്ടതും പോരാ. എവരെ തുണി തന്നെ ഇതൊക്കെ? ഇനി എന്തിന് ഇതൊക്കെ കള? പെനപ്പോ എടുത്തോണ്ട് വരും. പിന്നല്ലാതെ നീ ഇതൊക്കെ കള. ഇതൊന്നും കൊള്ളൂലമ്മ. എവിടെ? അത് ഇഞ്ഞിട്, അഞ്ഞിട്. ഇന്ന് രാത്രി അവർക്ക് പുതപ്പില്ലല്ലോ. ആ പുതപ്പെടുത്ത് ഇവർക്ക് കൊടുക്കാം. ഒരു മൂടൂല. ആ പുതപ്പ് ഇങ്ങളമ്മ, പുതപ്പ്. പുതപ്പ് നോക്കട്ടെ. ഞാൻ എന്റെ നൈറ്റിയെ തോൽച്ചു വെച്ചത് മാറ്റിയ നൈറ്റി കൊണ്ടുവാ. ഏത് നൈറ്റി? പോലീസ് നൈറ്റി. പോളിസ്റ്റർ നൈറ്റി ഞാൻ എടുത്ത് ഒളിച്ച് വച്ചെങ്കിലല്ലേ എനിക്ക് എടുത്ത് തരാൻ പറ്റൂ. ഞാൻ എടുത്ത് ഒളിച്ചു വച്ചില്ല. പിന്നെ ആർക്കറിയാം? ഇന്ന് നീ അലമാരിക്കകത്ത് വച്ചിരുന്ന ഞാൻ ഈ വീടിനകത്ത് കേറാറുണ്ടോ? കണ്ടില്ല. നിങ്ങളുള്ളപ്പോഴല്ലേ ഞാൻ ഈ മുറിക്കകത്ത് കേറാറുള്ളൂ. അല്ലാത്തപ്പോ ഞാനകത്ത് കേറാറുണ്ടോ?
നിന്റെ നിക്കർ എന്തടാ നനഞ്ഞിരിക്കുന്നത്? ഞാൻ അവന്റെ വീട്ടിൽ നിന്ന് നൂറുണ്ടെന്ന് പറഞ്ഞു. ആ അത് കയറി പിടിച്ചു. എനിക്ക് തോന്നിയടാ, അതുകൊണ്ട് ആ കട്ടിലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങടാ. ആ നീന്തിയൊക്കെ കളിച്ചു. ചുരുക്കം പറഞ്ഞ അവിടെ താണ്ടവ ആടിയല്ലേ. ഇത് നല്ല സുഖമാണോ? അപ്പോഴും നീയാണ് എന്റെ നൈറ്റ് എടുത്തോണ്ടിരിക്കുക. നിങ്ങളെ നൈറ്റ് ഞാൻ എടുത്ത് എവിടെ കൊണ്ടുപോയി? വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഏത് വീട്ടിലമ്മ? നിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാ? അത് എടുത്തിട്ട് എന്താണ് ഉപയോഗം എനിക്ക്? ചെറിയ നാഴ്ചയായിട്ട് ഇവിടെ പല്ലേ വീല് അങ്ങ് പോയി. അവർക്ക് വെളി വഴി പല്ലേക്കണം പുറത്ത് ഞാൻ പോയി. എന്റെ പിള്ളേരെ തൊടുന്നോടാ ലൂസിഫർ ഡയലോഗ്. കമ്മലിരിക്കും. ചുണ ഉണ്ടെങ്കിൽ തൊട്ടു നോക്ക്. ഞാൻ എടുത്ത് എവിടെ കൊണ്ട് വെച്ചെന്ന് പറ. എവിടെ കൊണ്ട് വെച്ച്? കൊണ്ടുവച്ചിട്ടുണ്ട്. വീട്ടിനകത്ത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നീ നീ എന്നെ എടുത്തോണ്ടിരിക്കുക. ഇവര് നീ എന്നെ എടുത്തോണ്ടിരിക്കുക. ആ ഞാൻ തന്നെ നിങ്ങളെ നൈറ്റി എടുത്തത്. ഞാൻ നിങ്ങളെ നൈറ്റി എടുത്ത് എന്റെ അലമാരിയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. ഞാൻ ഇവിടെയൊക്കെ നോക്കി. അത് തന്നെമ്മ ഞാൻ തന്നെ ഞാൻ എടുത്തേ എന്റെ അലമാരിയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പൊ നീ ഞാൻ തന്നെ എടുത്ത്. പ്രശ്നം തീർന്നില്ലേ? നിങ്ങളെ നൈറ്റ് ഞാൻ തന്നെ എടുത്ത പ്രശ്നം തീർന്നല്ല. എടുത്തോണ്ട് പോയതാ. മര്യാദയ്ക്ക് എന്റെ നൈറ്റിനെ എടുത്തോണ്ട് പോയതാ. നിങ്ങൾ ആദ്യം അവിടെ പോയി ഇരിക്കും. നിങ്ങൾ എന്തിനിങ്ങനെ കൊന്നക്കം പോലെ കയറി നിൽക്കണ? പോയി ഇരി. പോയിരി. എന്തോ നന്നെ കൊച്ചു കുട്ടിയാണെന്ന് ഒരു ബോധം വേണ്ട. അത് പേടിച്ചോവൂലേ? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് അവിടെ സാധനങ്ങളൊന്നും പോയി തൊടല്ലെന്ന്. നമുക്ക് ഇരുട്ടത്ത് ചോറും കൊടുത്ത് വെട്ടത്ത് കിടത്തി ഉറക്കാം, അല്ലെങ്കിൽ വെട്ടത്ത് ചോറും കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കാം. ഏത് വേണം? അത് മതിയല്ല? മക്കളങ്ങ് വെളിയിൽ പോ. നന്ദന്റെ കൂടെ പോയി കളിച്ചോ. ചെല്ലേ. കുഞ്ഞുഞ്ഞേ ചേട്ടനോടെ പോയി കളിച്ച് അതിനകത്ത് നിൽക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. മക്കളെ പോ. മക്കളങ്ങ് ചെല്ല്. മക്കളെ ചെല്ലുതോ ചേട്ടൻ വിളിക്കണം. ചെല്ല്. അവരാണെങ്കിൽ പെരുവി മുട്ടയിടാൻ മറ്റേ അട ഇരിക്കും കണക്കാണിരിക്കണത്. ചെല്ലങ്ങോട്ട്. ചെല്ല്. പോ. വെളിയിൽ പോ. പോവൂല. അമ്മ ഇതല്ലേ നിങ്ങൾ പറഞ്ഞ പോളിസ്റ്റർ നൈറ്റി? ഇത് തന്നെ. ഇനി ഏത് നൈറ്റി? മക്കളെ പോ. അമ്മ ഇതേ സാമ്പിളുള്ള ഈ ഒരു നൈറ്റിയേ ഉള്ളൂ. ഇതേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ പറഞ്ഞ പോളിസ്റ്റർ നൈറ്റി. സമ്മതിച്ചു തരരുത്. ആ ഉടുക്കണ്ടെന്ന്. പാവാട ഉടുക്കണ്ട. പ്രശ്നം തീർന്നില്ലേ? കുഞ്ഞാ പോയി കളിക്ക്. കുഞ്ഞാ പോയി കളിച്ചേ. പോയേ. അമ്മ ഇതാണമ്മ നൈറ്റി. പോളിസ്റ്റർ നൈറ്റി ഇതാണ്. ഇനി വന്നാണ്.
അലമാര ഞാൻ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടാ എനിക്ക് എന്നും എന്നും വന്ന് അടുക്കി വെക്കാൻ നേരമില്ല. എനിക്ക് അവിടെ ഒരുപാട് ജോലിയുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഇല്ലാത്ത വേല ഒപ്പിച്ച് വെക്കരുത്. പഠിക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതെന്ത് ഇതിന്റെ അടിയിലൊക്കെ? യോ, ഇതൊക്കെ എന്തൊരു ഇതൊക്കെ? ഇത് ഭഗവാനെ, വല്ല പാമ്പും കേറി മുട്ടയിട്ടിരുന്നാലും അറിയൂലല്ല. എന്റെ കൃഷ്ണ, പാവ എന്റെ അമ്മ അന്ന് പറഞ്ഞ് ബാൻഡേഡ് ശോഭനയുടെ അലമാരിക്കകത്ത് കാണൂന്ന്. ഞാൻ അമ്മ ഇനി പറയാ ഒന്നുമില്ല. ഇതാ ഇരിക്കണ ആ ബാൻഡേഡ്. അമ്മ കാലി ചുറ്റണ ബാൻഡേജ് ആണേ. ഞാൻ ആസപ്പൊടിയൊന്നും ഫോ, എന്റെ പൊന്നമ്മച്ചി, നിങ്ങളെ കൊണ്ട് ഒരു തരത്തിലല്ലല്ലോ ശല്യം. എന്നൊക്കെയാണ് ഇതെന്തോന്നമ്മ ഇതൊക്കെ? നീ തരാത്ത കഴിക്കൂല. ഇത് തല കെട്ടാൻ വേണ്ടി കീറി വെച്ചിരിക്കണേനാ ഇത്? ഇത്രയും തുണിയാ? പക്ഷെ എന്റെ ഭഗവാനെ, ഒന്ന് മാറിയണെങ്കിൽ തല കെട്ടാൻ കീറി വെച്ചിരിക്കുന്ന തുണികളൊക്കെയാണ്. ഇതാ തല കെട്ടാൻ എടുത്ത് വെച്ചിരിക്കുന്ന തുണി അമ്മ. ഇത്രയും തുണിയും ബണ്ണും അതും ഇതൊക്കെ വാങ്ങിച്ചു തന്നിട്ടും ഇതിനെയൊക്കെയാണ് എടുത്ത് തലയിൽ കെട്ടാൻ വെച്ചേക്കണത്. പോ വിട്, ആറ് കുഞ്ഞങ്ങോട്ട്. വിളയിലല്ല, തീയിലിടാൻ. അപ്പുറത്തെ വിളയിലൊന്നും ഇട്ടൂടാ, മോശമാണ്. ആ, ഇത് അങ്ങ് തീയിലിട്. അമ്മച്ചി ഇതാ പോണ മക്കളെ. ഇത് കൊണ്ടുവന്ന് പോ അമ്മ. ഇതാ കൊണ്ട് തീയിലിട് മക്കളെ. ഇതിന് വീണ്ടും എടുത്തുണ്ടെന്നാ വിട്ടാണ്. ഇതെന്തരമ്മ? ഇത് തീരെ കളയാൻ കൊണ്ടുവന്നത്. തീയില് കളയണ്ട. അമ്മ അത് കൊള്ളൂല. അമ്മ ഇങ്ങോട്ട് എടുത്താണ്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇത്രയും അഴുക്ക തുണി ഇതൊക്കെ വീണ്ടും എടുത്ത് വീണ്ടും വീണ്ടും കയറ്റി വെക്കണം അമ്മ. ഇതൊക്കെ എടുത്ത് കളയാനുള്ള ഒരു വട്ടം എടുത്ത് കളഞ്ഞ തുണികളല്ലേ ഇത്? ഇത് എവിടെ മിണ്ടാരി അമ്മ, മിണ്ടാരി. ആക്രി തുണികളൊന്നും അലമാരിക്കകത്ത് വെക്കണ്ട. അപ്പൊ തരൂല എന്റെ കൊന്നാൻ. തരൂല. വേറെ വേനിക്കണേ അപ്പ. അയ്യോ, നീയൊക്കെ അങ്ങോട്ട് പോയാണി. ഞാൻ തീപ്പെട്ടി എടുത്തിട്ട് വരുന്നവരെ ഇതിന്ന് തൊട്ടു പോവരുത്. വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ ഇങ്ങനത്തെ പഞ്ഞത്തെ കഥ ആ പാവടയൊക്കെ കത്തിച്ച് വെച്ചാ അത് കീറിയ പാവാട. അതായത് മുഴുവൻ നാറ്റ കഞ്ഞി മുട്ട. വെറുതെ അല്ല നിങ്ങളെ മോവും കഴുത്തൊക്കെ ചൊറിയണം. ഇതിട്ടാണോ തുടയ്ക്കണത്? പിന്നെ തോർത്തില്ലേ? ഇപ്പൊ ഞാൻ മടക്കി വെച്ച തോർത്ത് നമ്മള് തോർത്തിട്ടാണ് പറമ്പ് വെക്കണം. എന്തായാലും അടിപ്പാവട്ടെ. ഇനിയിപ്പോ പറമ്പ് കിടക്കണ്ട. തോർത്തുണ്ട്. ഒരു തോർത്ത് കിടക്കുന്നുണ്ട്. ഒരു തോർത്ത് കിടക്കണ്ട. അലമാരിക്കകത്ത് തോർത്തിരിക്കണ്ട. 2 തോർത്തുണ്ട്. ഈ 2 തോർത്ത് വെച്ച് മുഖത്തൊക്കെ മനസ്സിലായോ? ഇതിട്ട് കിടക്കണ്ട. ഈ കീറി പറഞ്ഞ അടിപ്പാവറിട്ടെല്ലാം മുഖം കിടക്കണ്ട. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ സുന്ദരമായ മുഖം മുഴുവൻ പാടുകൾ വരുന്നത്. ചൊറിഞ്ഞ് പാടുകൾ. മെരുന്നത്ര സമയം എടുക്കും. ഇനിയും കാണും. ഇനിയും ഞാൻ കാണും. വൃത്തിയുടെ രാജ്യത്തെ ശോഭനെ നമ്മൾ സത്യത്വം. ചിരി, അക്ഷോസം ചിരി അങ്ങോട്ടൊന്ന് ചിരിച്ച് കാണിച്ചു കൊടുത്തേ. ഞാൻ ഇത്രേ ഉള്ളൂ എന്ന് പറയും. ചിരിക്കും. അങ്ങോട്ട് നോക്കി ചിരിച്ചാണ്.
ശരി, എന്റെ എല്ലാം പെണ്ണ് കത്തിച്ച് ഗൈസ് എന്ന് പറഞ്ഞു. എന്റെ തുണിയെല്ലാം കാറ്റ് അങ്ങനെയല്ല. ആരോ എന്റെ എല്ലാം കത്തിച്ചു ഗൈസ് ഇങ്ങനെ പറ. ഈ പെണ്ണ എല്ലാം കത്തിച്ച് കരിച്ച് കരിച്ചല്ല ഗൈസ് എന്നാണ് പറയുന്നത്. ഗൈസ് എന്ന് പറയാം. ഗൈസ് കരിച്ച് ഗൈസ് ഗൈസ് ഗൈസ്. അവസ്ഥ പറയുന്നില്ല. എന്റെ പപ്പായ പഴുത്തിരിക്കണം. നിങ്ങളിത് വല്ലതും പറയുന്നത് അതിന് പട്ടൊക്കെ പഴുത്തിച്ച കാര്യം പറഞ്ഞില്ലല്ലോ. അത് കൊണ്ടുമില്ല, അതിന് മധുരമില്ല, അതിനെ വെട്ടിക്കളഞ്ഞു. ഞാൻ മറ്റേ അപ്പൊ ശരിയാണ്. നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴത്തേക്ക് തോക്കെന്ന് പറയാം. തോക്ക ഇരിക്കുന്നവരും അറിഞ്ഞില്ല കേട്ടോ. അറിയാത്തോണ്ടാണ്. അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പൊടിക്കൊക്കെ ഞാൻ അഭിനയിച്ചേനെ അല്ലേ? അല്ലേ? ഓക്കെ അല്ല. അപ്പൊ ടാറ്റാ.